നമസ്കാരം സുഹൃത്തുക്കളെ. അറബിക്കടലിന്റെ നീലിമയും വെളുത്ത മണൽത്തരികളുടെ സൗന്ദര്യവും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന ഒരു മനോഹര ദ്വീപും ഇതെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കർണാടകയിലെ പ്രശസ്തമായ മാൽപെ ബീച്ചിലേക്കും അവിടെ നിന്ന് സെന്റ് മേരീസ് ദ്വീപിലേക്കും വളരെ ചെറിയ ബഡ്ജറ്റിൽ നടത്താവുന്ന ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് രാവിലെ യാത്ര ആരംഭിച്ചത് മംഗലാപുരത്ത് നിന്നാണ്. ഉടുപ്പിയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് എക്സ്പ്രസ് ബസ്സിലായിരുന്നു എന്റെ യാത്ര. ഓർഡിനറി ബസ്സിനെ പോലെ തോന്നിക്കുന്ന എക്സ്പ്രസ് ബസ് യാത്രാ നിരക്ക് 98 രൂപ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ദ്വീപ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്. സെന്റ് മേരീസ് ദ്വീപിലേക്കുള്ള യാത്ര ഉടുപ്പിയിൽ നിന്ന് മാൽപേയിലേക്ക്. ഉടുപ്പി സിറ്റി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം മാൽപെ ബീച്ചിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. അവിടെ നിന്ന് ഇടയ്ക്കിടെ ബസ്സുകൾ ലഭ്യമാണ്. ബസ് ചാർജ് വെറും 20 രൂപ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാൽപെ ബസ് സ്റ്റാൻഡിലെത്തി. ചെറിയൊരു ബസ് സ്റ്റാൻഡാണെങ്കിലും വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം കൊണ്ട് സജീവമായിരുന്നു മാൽപെ. മാൽപെ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ വെൽക്കം ടു മാൽപെ ബീച്ച് എന്നെഴുതിയ മനോഹരമായ ഒരു പ്രവേശന കവാടം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതായി കണ്ടിരുന്നു. അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ ദൂരെ പരന്നുകിടക്കുന്ന അറബിക്കടലും തെരകളോട് കളിക്കുന്ന കുട്ടികളും കടൽക്കാറ്റ് ആസ്വദിക്കുന്ന കുടുംബങ്ങളും എല്ലാം ചേർന്ന് മനോഹരമായൊരു ദൃശ്യവിരുന്ന് ഒരുക്കുന്ന കാഴ്ച വരുന്ന വഴിയിൽ കണ്ടിരുന്നു. മാൽപെ ബീച്ചിന്റെ പ്രത്യേകത. മാൽപെ ബീച്ചിനെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ വെളുത്ത മണൽത്തരികളാണ്. കേരളത്തിലെ പല ബീച്ചുകളിലും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെയുള്ള മണൽ വളരെ വൃത്തിയുള്ളതും തിളക്കമുള്ളതുമാണ്. രാവിലെ ഏകദേശം 11:30യോടെയാണ് ഞാൻ ഇവിടെ. ഉച്ചവെയിലിന്റെ ചൂട് ഉണ്ടായിരുന്നെങ്കിലും സന്ദർശകരുടെ തിരക്ക് കുറവായിരുന്നില്ല. യാത്രയുടെ ഹൈലൈറ്റ് ഈ കാണുന്ന സെന്റ് മേരീസ് ദ്വീപാണ്. ഇനി യാത്രയുടെ ഏറ്റവും ആവേശകരമായ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സെന്റ് മേരീസ് ദ്വീപ്. മാൽപെ ബീച്ചിൽ നിന്നാണ് ദ്വീപിലേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അറബിക്കടലിന്റെ നടുവിലൂടെ നടത്തുന്ന ബോട്ട് യാത്ര തീർച്ചയായും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ബോട്ട് ടിക്കറ്റ്. രാവിലെ 10:30 മുതലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 350 രൂപ, കുട്ടികൾക്ക് 150 രൂപ. ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റുകൾ ലഭിക്കുന്നത്. ഒരു പ്രധാന നിർദ്ദേശം. സെന്റ് മേരീസ് ദ്വീപിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് കവറുകളോ ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നല്ലൊരു നടപടിയാണിത്. അറബിക്കടലിലൂടെ ആവശ്യത്തിന് യാത്രക്കാർ കയറിയ ശേഷം ബോട്ട് പതുക്കെ ജെട്ടി വിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഒരു അനുഭവമായിരുന്നു. മുഖത്തേക്ക് വീശിയെത്തുന്ന കടൽക്കാറ്റും ചുറ്റും പരന്നുകിടക്കുന്ന നീലക്കടലും ദൂരെയായി തെളിഞ്ഞു കാണുന്ന ദ്വീപും ഓരോ നിമിഷവും മനസ്സിൽ പതിയുന്ന കാഴ്ചകളായിരുന്നു. നല്ല തെളിഞ്ഞ നീല നിറമുള്ള കടൽ ജലവും വൃത്തിയുള്ള വെള്ള മണൽ തീരവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ അപൂർവവും തദ്ദേശീയവുമായ പക്ഷികളെയും ചില ജീവികളെയും നമുക്ക് കാണാൻ കഴിയും. സാമാന്യം വലിയ യാത്രാ ബോട്ടുകളാണ് സർവീസിനായി ഞാൻ വന്ന ബോട്ട് ജെട്ടിയിൽ നിന്നും സർവീസ് നടത്തുന്നത്. അതുകൂടാതെ മറ്റൊരിടത്തു നിന്നും ചെറിയ സ്പീഡ് ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട്. ഫാമിലിയുമായോ സംഘം ചേർന്നോ പോകുമ്പോൾ വലിയ ബോട്ടുകളാണ് നല്ലത്. ആവശ്യത്തിന് യാത്രക്കാർ കയറിയ ശേഷം മാത്രമേ ബോട്ട് ജെട്ടിയിൽ നിന്ന് പുറപ്പെട്ട് അറബിക്കടലിന്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് സെന്റ് മേരീസ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കുകയുള്ളൂ. നല്ല വെയിൽ ഉണ്ടെങ്കിലും ധാരാളം തണൽ മരങ്ങൾ ദ്വീപിലുള്ളത് വലിയ ആശ്വാസമാണ്. ലഘുഭക്ഷണശാലകളും ഇവിടെ കാണുവാൻ കഴിഞ്ഞു. കടലത്തീരത്തുള്ള പാറക്കെട്ടുകളും തെളിഞ്ഞ കടൽ ജലവും വൃത്തിയുള്ള മണൽത്തരികളും പ്രകൃതി സൗന്ദര്യവും ശാന്തതയും എല്ലാം കൂടി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഷഡ്ഭുജാകൃതിയിലുള്ള പല വലിപ്പത്തിലും ഉയരത്തിലും ഉള്ള ബസാൾട്ട് ലാവ പാറ കൂട്ടങ്ങൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. അഗ്നിപർവ്വത ലാവ തണുത്തു വിള്ളലുകളായി ചുരുങ്ങിയാണ് ഇവ ഉണ്ടായതെന്ന് പറയുന്നു. കൂടാതെ കടലിൽ കുളിക്കുന്നതിനായി സ്ഫടികം പോലുള്ള ജലം മാടി വിളിക്കുന്നത് പോലെ തോന്നുന്നു. കടലിൽ കൂടി ബോട്ട് യാത്ര ചെയ്തു വരുന്നത് നല്ല ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ മാസം മുതൽ മാർച്ച് വരെയുള്ള കാലമാണ്. മഴക്കാലവും കൊടും വേനലും ഒഴിവാക്കേണ്ടതാണ്. ഈ ദ്വീപിന്റെ മറ്റൊരു ചരിത്രപരമായ പ്രത്യേകത 1498 പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോഡ ഗാമ കേരളത്തിലേക്കുള്ള തന്റെ യാത്രക്കിടെ സെന്റ് മേരീസ് ദ്വീപിൽ എത്തിയതായി പറയപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യവും കടൽയാത്രയുടെ ആവേശവും ചെറിയ ബഡ്ജറ്റിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാൽപെ ബീച്ചും സെന്റ് മേരീസ് ദ്വീപും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ലക്ഷ്യസ്ഥാനമാണ്. ഈ യാത്രാവിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരം യാത്രാവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.